ഹലോ ഹലോ മാം. ഓക്കെ, ഡിസ്കണക്ട് ആവുകയാണെങ്കിൽ ചാറ്റിൽ ഒന്ന് പറയണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് നൗഫിയ, അറിയാലോ. നമ്മൾ കഴിഞ്ഞ സെമ്മിലുണ്ടായിരുന്നു, COA ഞാനാണ് പഠിപ്പിച്ചത്. ഇക്കൊല്ലം നമുക്ക് കിട്ടിയിരിക്കുന്ന സബ്ജക്റ്റ് മെഷീൻ ലേണിംഗ് ആണ്. COAയുടെ റിസൾട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് പടക്കം പൊട്ടിക്കണോ? എനിവേസ്, ഗുഡ്, പോസിറ്റീവായിട്ട് ചിന്തിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു COA? എങ്ങനെ ഉണ്ടായിരുന്നു? അന്ന് ചോദിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇന്ന് ചോദിച്ചു തുടങ്ങാം. കമന്റ്സ്. ഓക്കെ, റിസൾട്ട് വരുമ്പോൾ എന്തായാലും അറിയാം. അപ്പോൾ നമുക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്നത് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് എന്നല്ല, ഒരു കോർ പേപ്പറാണ് മെഷീൻ ലേണിംഗ്. നിങ്ങൾ മെഷീൻ ലേണിംഗുമായി ബന്ധപ്പെട്ടൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. നിങ്ങൾ മെഷീൻ ലേണിംഗ് ഫസ്റ്റ് ടൈം അല്ലേ? AI പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആദ്യത്തെ സെറ്റ് ഉണ്ടായിരിക്കില്ല പിള്ളേരെ? ഇല്ല, ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മള് സോറി, മെഷീൻ ലേണിംഗിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾക്ക് ആദ്യത്തെ സെമ്മൊന്നും ഇല്ല മിസ്സേ, ഞങ്ങൾ ലെറ്ററിൽ എൻട്രിയാ. എല്ലാവരും കേറിയിട്ടും ഇല്ല അല്ലേ? നമുക്ക് ക്ലാസ്സസും കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? നമ്മുടെ AI ഒരു സബ് പാർട്ടായിട്ട് വരുന്ന സെക്ഷനാണ്. AI എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. സോ ഒരു ഹ്യൂമൻ എങ്ങനെ തിങ്ക് ചെയ്യും, അതുപോലെ ഒരു കമ്പ്യൂട്ടറിനെ തിങ്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈക്ക് ആ ഒരു സെൻസിലേക്ക് കൊണ്ടുവരുന്ന ഒരു സെനാരിയോ ആണ് AI എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സോ ആ AI ഉള്ളിൽ വരുന്ന എങ്ങനെയാണ് ആ ഒരു ഹ്യൂമൻ തിങ്കിങ്ങിലേക്ക് ഒരു മെഷീനെ എത്തിക്കുന്നത് എങ്ങനെയാണ്, അതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പറയുന്നത്. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? AI ഒരു സബ്സെറ്റ് ആയിട്ട് നമുക്ക് പറയാം. അവിടെ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടർ ലേൺസ് ഫ്രം ഡേറ്റ. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നതാണ് ഇപ്പോഴും മെഷീൻ ലേണിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ മെഷീൻ ലേണിംഗ് കൺസെപ്റ്റിൽ ഒരു പ്രോഗ്രാം, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉണ്ടായിരിക്കും. ഈ പ്രോഗ്രാം എന്ത് ചെയ്യുവാണ്? നമ്മളൊരു ഹ്യൂമന്റെ കൈകടത്തലുകൾ ഒന്നുമില്ലാതെ സെൽഫായിട്ട് ആ മെഷീൻ സെൽഫായിട്ട് അല്ലെങ്കിൽ ആ പ്രോഗ്രാം ഇറ്റ് സെൽഫായിട്ട് ലേൺ ചെയ്യുവാണ് ഫ്രം ദ ഡേറ്റാസ്. സോ ഓരോ തവണ ലേൺ ചെയ്ത് ഓവർ ടൈമിൽ ഓരോ സമയം കഴിയുന്തോറും അതിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്താണ്, ഒരു എക്സ്പ്ലിസിറ്റ് റൂൾസോ അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റോ ഒന്നും കൊടുക്കുന്നില്ല. എന്താണ് എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ കേസിൽ ഒരു ട്രഡീഷണൽ പ്രോഗ്രാമിംഗിൽ അവിടെ എന്താണ്, ഒരു ഹ്യൂമൻ ആണ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർ ആണ് എന്ത് ചെയ്യുന്നത്, ആ റൂൾസ് എന്താണ് ഇൻപുട്ട് ഓഫ് എ പ്രോഗ്രാം, ഒരു പ്രോഗ്രാമിന്റെ ഇൻപുട്ട് എന്താണ്, അതിന്റെ റൂൾസ് എന്താണ്, ഇവ കാര്യമൊക്കെ ഡിസൈൻ ചെയ്യുന്നതും അതുപോലെ തന്നെ റൈറ്റ് ചെയ്യുന്നതും ഒരു ഹ്യൂമൻ ആണ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർ ആണ്. എന്നാൽ മെഷീൻ ലേണിംഗിന്റെ കേസിൽ അങ്ങനെ ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എന്ന് പറഞ്ഞ ഒരു കൈകടത്തിലില്ല. അവർ ഇറ്റ്സെൽഫ്, ആ മെഷീൻ അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഇറ്റ്സെൽഫ് എന്ത് ചെയ്യുകയാണ്, ഡേറ്റാസിൽ നിന്ന് ലേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ, ഓക്കെ. സോ നമ്മൾ മെഷീൻ ലേണിംഗിന്റെ കൺസെപ്റ്റ് എന്താണെന്നാണ് ആദ്യം പറയുന്നത്. ഡെഫിനിഷന് മുന്നേ എന്താണ് ആ ഒരു കൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തിയിരിക്കണം.
മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേണിംഗ് ആണ്, ലൈക്ക് ഒരു മെഷീൻ ലേൺ ചെയ്യുവാണ്. ആ ഒരു വേർഡിൽ നിന്ന് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. ഒരു മെഷീൻ ലേൺ ചെയ്യുവാണ്, പലതരത്തിലുള്ള ടാസ്കുകൾ പെർഫോം ചെയ്തുകൊണ്ട് ആ പെർഫോമൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ഓക്കെ ആണോ, നമ്മുടെ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയോ, പിന്നെയും ആ പെർഫോമൻസ് ബെറ്റർ ആവുന്ന രീതിക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ലേൺ ചെയ്തുകൊണ്ട് ഒരു ഒരു ഡേറ്റാസിൽ നിന്ന് സെൽഫ്ലി ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്ത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഇറ്റ്സെൽഫ് അതിന് സ്വന്തമായിട്ട് എനേബിൾ ആവുന്ന ഒരു സിറ്റുവേഷനെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബിഹൈൻഡ്, അല്ലെങ്കിൽ ഒരു സബ്സെറ്റ് ആയിട്ട് പറയാം നമുക്ക്. അതിന്റെ ഉള്ളിലായിട്ട് വരുന്ന പ്രോസസ് അല്ലെങ്കിൽ ഒരു മോഡലിംഗ് ക്രിയേഷൻ ആണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. സോ മെഷീൻ ലേണിംഗിൽ ലേൺസ് ഫ്രം ഡേറ്റയാണ്. ഒരു ഹ്യൂമൻ എക്സ്പ്ലിസിറ്റ് റൂൾസ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ഒന്നും അവിടെ കൊടുക്കുന്നില്ല. എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർ ആണ് ട്രഡീഷണൽ പ്രോഗ്രാമിംഗിൽ പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റൂൾസ് റൈറ്റ് ചെയ്യുന്നത്. റൂൾസ് ആണല്ലോ നമ്മൾ പ്രോഗ്രാം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന്റെ ആക്ച്വലി അതിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് ടോം മിച്ചൽസ് ഡെഫിനിഷൻ ആണ് അറിയപ്പെടുന്നത്. ടോം മിച്ചലിന്റെ ഒരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഈസ് സെഡ് ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ് E വിത്ത് റെസ്പെക്ട് ടു സം ക്ലാസ് ഓഫ് ടാസ്ക് T ആൻഡ് പെർഫോമൻസ് മെഷേഴ്സ് P. ഇഫ് ഇറ്റ്സ് പെർഫോമൻസ് അറ്റ് ടാസ്ക് T is measured by P, improves with experience E. അവിടെ 3 ടേംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ലേൺ ചെയ്യുന്നു എന്ന് പറയുന്നത് അതിന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. എക്സ്പീരിയൻസ് നമ്മൾ കാണിക്കുന്നത് E എന്നാണ്. ഓരോ തവണ ടാസ്ക് ചെയ്ത് എന്താണ് ടാസ്ക് എന്ന് പറയുന്നത്, എന്താണോ നമ്മൾ ലേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പെർഫോം ചെയ്യുന്ന ഒരു സം ഓഫ് ആക്ഷനെയാണ് ടാസ്ക് എന്ന് പറയുന്നത്. സോ T എന്ന് പറയുന്ന ടാസ്ക് മൾട്ടിപ്പിൾ ടൈംസിൽ E എന്ന് പറയുന്ന എക്സ്പീരിയൻസിലൂടെ പെർഫോം ചെയ്തുകൊണ്ട് അതിന്റെ പെർഫോമൻസിനെ മെഷർ ചെയ്ത് P എന്ന് പറയുന്ന പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. അതാണ് നടക്കുന്നത്. അപ്പൊ T എന്ന് പറയുന്ന ടാസ്ക് ഈ നമ്പർ ഓഫ് ടൈംസ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സ് ആണ്, എക്സ്പീരിയൻസ് ആണ്. ദെൻ P എന്ന് പറയുന്നത് എന്താണ്, ആ എക്സ്പീരിയൻസിന് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, മെഷർ ചെയ്യുവാണ്. സോ ഓരോ തവണ ഈ ഒരു P എന്ന് പറയുന്നത് ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കും ഓരോ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓവർ ടൈമിൽ നമ്മൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡേറ്റയിൽ നിന്ന് ലേൺ ചെയ്ത് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യിക്കുന്നത്. അതുകൊണ്ടാണ് ഈനെ ബേസ് ചെയ്തുകൊണ്ട്, എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അതിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ആവും എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ഒരു ടാസ്ക് T എന്ന് ഓർത്തിരിക്കുക, ഓരോ തവണ ചെയ്യുന്നതിന് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുന്നു. ദെൻ അവിടെ നിന്ന് കിട്ടുന്ന പെർഫോമൻസ് അയാൾ എത്രത്തോളം കറക്റ്റ് ആയിട്ട് പ്രഡിക്ഷൻ നടത്തി, അതാണ് ആ പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിനി മെഷീൻ ലേണിംഗ് കൺസെപ്റ്റില് ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളോട് ഒരു ജോലി ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് വരുന്ന ഇമെയിൽ ഉണ്ടല്ലോ, നമുക്ക് വരുന്ന മെയിലുകൾ, ആ മെയിലുകളിൽ സ്പാം ആണോ അല്ലെങ്കിൽ എന്ന് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ അപ്രോച്ചിൽ ആ പ്രോഗ്രാം നമ്മൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന മെയിലുകൾ സ്പാം ആണോ അല്ലയോ, ആ ഒരു കാറ്റഗറൈസേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത്. ഒരു ഹ്യൂമൻ ആണ് ഈ പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നത് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം ചെയ്യുന്ന ടാസ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ആദ്യം സെറ്റ് ചെയ്യുന്ന റൂൾസ് എന്ന് പറയുന്നത്, ആ സെൻഡർ ഇപ്പൊ ഒരു മെയിൽ വരുവാണ്, ആ മെയിൽ വരുമ്പോൾ ആ സെൻഡർ നമ്മുടെ ലിസ്റ്റിലുള്ളതാണോ അല്ലെങ്കിൽ ഒരു ജെന്യുവിൻ അഡ്രസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, ഒരു ജെന്യുവിൻ ഫോർമാറ്റിലാണ്, അല്ലെങ്കിൽ അവിടെ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു അഡ്രസ്സ്, നമുക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് റൂൾ ആയിട്ട് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു ചെറിയൊരു സസ്പീഷ്യസ് ആയിട്ടുള്ള റൂൾസ് സസ്പീഷ്യസ് ആയിട്ടുള്ള ഇമെയിൽ സെൻഡേഴ്സ് ആണോ അതൊന്ന് വെരിഫൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ അങ്ങനെ പറഞ്ഞൊരു പർട്ടിക്കുലർ സ്പാം മെസ്സേജസിനകത്ത് കണ്ടുവരുന്ന ചില ടേംസ് ഫ്രീ ആണ്, അല്ലെങ്കിൽ കുറെ എക്സ്ക്ലമേറ്ററി സിമ്പിൾസ്, അതല്ലെങ്കിൽ അർജന്റ്, അങ്ങനെയുള്ള ഒരു കീവേഡ്സ് ഉണ്ടാകും. ആ കീവേഡ്സിനെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പ്രോഗ്രാം എഴുതാം. സോ അങ്ങനെ ഓരോ ഡിഫറെന്റ് സ്പാം മെസ്സേജസിനും ഡിഫറൻസ് ആയിരിക്കും. ബട്ട് നമ്മളൊരു പ്രോഗ്രാമർ എന്ത് ചെയ്യുന്നു, കുറച്ച് സ്പാം മെസ്സേജസിനെ അനലൈസ് ചെയ്ത് അവർക്ക് മനസ്സിലാവുന്ന രീതിക്ക് അവർ എന്ത് ചെയ്യണം, കുറെ റൂൾസ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ ഒരു മെഷീൻ ലേണിംഗ് കൺസെപ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം കുറെ സ്പാം മെസ്സേജസ് നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. കുറെ സ്പാം മെസ്സേജസ് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ സ്പാം മെസ്സേജസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലേണിംഗ് അൽഗോരിതത്തിന് കൊടുക്കുന്നു. അതിനോട് പറയുന്നു ഈ മെസ്സേജസ് എല്ലാം സ്പാം ആണ്, ഈ കൈൻഡ് ഓഫ് മെസ്സേജസ് എല്ലാം സ്പാം ആണെന്ന് ആ ലേണിംഗ് അൽഗോരിതത്തിനോട് പറയുന്നു. അപ്പൊ ആ മോഡൽ എന്ത് ചെയ്യുന്നു, ആ മെസ്സേജുകളെല്ലാം എന്ത് ചെയ്യുന്നു, ഒന്ന് അനലൈസ് ചെയ്തിട്ട് എന്താണ് അവിടെ കോമൺ ആയിട്ട് വരുന്നത്, എന്തുകൊണ്ടാണ് അത് സ്പാം കാറ്റഗറിയിൽ പെട്ടത്, അങ്ങനെ ഒരു അനാലിസിസ് നടത്തുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ സ്പാം അല്ലാത്ത കുറച്ച് മെസ്സേജസ് അല്ലെങ്കിൽ കുറച്ച് ഇമെയിൽസ് എന്ത് ചെയ്യുന്നു, ആ മെഷീൻ ലേണിംഗ് മോഡലിന് പഠിക്കാൻ കൊടുക്കുന്നു. സോ അതെന്തുകൊണ്ട് സ്പാം ആയില്ല,
അങ്ങനെ ഒരു പാറ്റേൺ റെക്കഗ്നേഷൻ കൂടെ അവിടെ നടത്തുന്നു, കമ്പാരിസൺ നടത്തുന്നു. സോ ആ ഒരു മെഷീൻ ലേണിംഗ് മോഡലിന് മനസ്സിലാകുന്നു ഏത് ടൈപ്പിലുള്ള മെയിൽ വന്നാലാണ് നമ്മൾ അതിനെ ഒരു സ്പാം കാറ്റഗറിയിലേക്ക് മാറ്റേണ്ടത്, അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ള മെയിൽ വന്നാലാണ് നമ്മൾ ഒരു നോൺ സ്പാം കാറ്റഗറിയിലേക്ക് മാറ്റേണ്ടത്. ആ ഒരു ലേണിംഗ് പ്രോസസ്സ് ഇറ്റ്സെൽഫ് ആണ് അത് നടത്തുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഡേറ്റ സെറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഡേറ്റ സെറ്റിൽ എന്ത് ചെയ്യുന്നു, മെഷീൻ ലേണിംഗ് മോഡൽസ് മൾട്ടിപ്പിൾ ഡേറ്റാസിലൂടെ അനാലിസിസ് നടത്തി അതിനൊരു പാറ്റേൺ കണ്ടെത്തുന്നു, എന്തുകൊണ്ട് അത് സ്പാം ആവുന്നു, എന്തുകൊണ്ട് സ്പാം ആയില്ല, അങ്ങനെ ഒരു അനാലിസിസ് നടത്തി ഇറ്റ്സെൽഫ് അത് ലേൺ ചെയ്ത് കുറച്ച് റൂൾസ് സെറ്റ് ചെയ്ത് പ്രഡിക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതാണ് മെഷീൻ ലേണിംഗ് കൺസെപ്റ്റ് നടക്കുന്നത്. അപ്പൊ അവിടുത്തെ ടാസ്ക് എന്താണ്, നമ്മൾ ഈ ഒരു സ്പാം ആണോ അല്ലെങ്കിൽ സ്പാം അല്ലയോ എന്ന് കാറ്റഗറൈസ് ചെയ്യലാണ് നമ്മുടെ പറഞ്ഞ എക്സാമ്പിള്. അവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ മെയിൽ സ്പാം ആണോ അല്ലയോ എന്ന് ചെയ്യുന്ന ആക്ഷൻ ആണ്. ഇനി അവിടുത്തെ എക്സ്പീരിയൻസ് എന്താണ്, ടേം എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ ലേബിൾഡ് ആയിട്ടുള്ള ഇമെയിൽസ്, അതായത് കുറെ സ്പാം ഇമെയിൽസ്, കുറെ സ്പാം അല്ലാത്ത ഇമെയിൽസ്, അതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് നമുക്കൊരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കുറെ ഇമെയിൽസ് ആ ഒരു മെഷീൻ ലേണിംഗ് മോഡലിന് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ആ പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റാസ് ആണ് അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കാരണം ആ ഡേറ്റാസിനെ അനാലിസിസ് ചെയ്തിട്ടാണ് ആ മെഷീൻ ലേണിംഗ് മോഡല് ഇതൊരു സ്പാം ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ അവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്, ഇമെയിലും സ്പാം ആണോ അല്ലയോ എന്നുള്ളത് ക്ലാസിഫിക്കേഷൻ ആണ്. അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആ മില്യൺ ലേബിൾഡ് ഡേറ്റാസ് ആണ്, അല്ലെങ്കിൽ ലേബിൾഡ് ഇമെയിൽസ് ആണ്. ഇനി എങ്ങനെയാണ് നമ്മൾ സക്സസ് മെഷർ ചെയ്യുന്നത്, നമ്മൾ പ്രെഡിക്ഷൻ ചെയ്യുന്ന സമയത്ത് വാട്ട് പെർസെന്റേജ് ഓഫ് ഇമെയിൽസ് ആർ ക്ലാസിഫൈഡ് കറക്റ്റ്ലി. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഈ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നു. ഈ ടാസ്ക് പെർഫോം ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുകയാണ്, നമ്മൾ ടാസ്ക് പെർഫോം ചെയ്തതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് സ്പാം തന്നെ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെയാണ് അല്ലാതെ പോയിരിക്കുന്നത്. സോ ആ പെർസെന്റേജ് അവിടെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ടാസ്കിന്റെ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് ആ ടാസ്കിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എത്രത്തോളം ലേൺ ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം നന്നായിട്ട് ക്ലാസിഫിക്കേഷൻ നടന്നു എന്ന് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. സോ ഓരോ തവണയും ഈ പ്രോഗ്രാം എന്ത് ചെയ്യണം, ഓരോ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ട് അത് ലേൺ ചെയ്യുന്നു. ഓരോ തവണ ചെയ്യുന്നതും എന്ത് ചെയ്യുന്നു, ആ ടാസ്കിൽ ബെറ്റർ ആയിട്ട്, അതായത് നല്ലപോലെ ക്ലാസിഫൈ ചെയ്യാൻ ആ ഒരു മെഷീൻ ലേണിംഗ് മോഡലിന് സാധിക്കുന്നു. അതാണ് ആക്ച്വലി അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ഇ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണെന്നും ടി എന്ന് പറയുന്നത് ടാസ്ക് ആണെന്നും പി എന്ന് പറയുന്നത് അതിന്റെ പെർഫോമൻസ് ആണെന്നും ഓർത്തിരിക്കാം. എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ഡേറ്റാസിലാണ് അത് എന്ത് ചെയ്യുന്നത്, അനാലിസിസ് നടത്തുന്നത്, പാറ്റേൺസ് കണ്ടെത്താൻ സഹായിക്കുന്നത്, അതൊക്കെയാണ് അതിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നടക്കുന്ന ക്ലാസിഫിക്കേഷൻ, അവിടെ നടക്കുന്ന ഒരു ജോബാണ്. അവിടുത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് പെർസെന്റേജ് ഓഫ് ദ ഇമെയിൽസ് ദാറ്റ് ആർ ക്ലാസിഫൈഡ് കറക്റ്റ്ലി ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയ ഇമെയിൽസിന്റെ പെർസെന്റേജ് ആണ്. സോ അതൊരു എക്സാമ്പിൾ വെച്ചവിടെ പറഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ പല എക്സാമ്പിൾസ് നമുക്ക് പറയാനുണ്ട്. ഇനി ഇവിടെ രണ്ടാമത്തെ ടേം, നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് മെഷീൻ ലേണിംഗും ട്രഡീഷണൽ പ്രോഗ്രാമിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ്. സോ ട്രഡീഷണൽ അപ്രോച്ചിൽ നമ്മൾ പറഞ്ഞു ഒരു എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിംഗ് മെത്തേഡ് ആണ്. എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർ എന്ത് ചെയ്യുന്നു, ലൈൻ ബൈ ലൈൻ റൂൾസ് സെറ്റ് ചെയ്ത് ഇൻപുട്ട് കൊടുത്ത് ഒരു ഔട്ട്പുട്ടിനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ മെഷീൻ ലേണിംഗ് അപ്രോച്ചിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറെ ഡേറ്റ സെറ്റുകളെ കളക്ട് ചെയ്ത് ആ മെഷീൻ ലേണിംഗ് മോഡലിന് കൊടുക്കുന്നു. ആ മോഡൽ ഇറ്റ്സെൽഫ് ആ ഡേറ്റാസിലൂടെ അനാലിസിസ് നടത്തി ഒരു പാറ്റേൺ റെക്കഗ്നേഷൻ നടത്തി ഒരു പ്രഡിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് മെഷീൻ ലേണിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് മെഷീൻ ലേണിംഗ് അപ്രോച്ച് തമ്മിൽ വരുമ്പോൾ നമ്മൾ ഡിഫറൻസ് പറയുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മൾ എന്താണ് കൊടുക്കുന്നതിന്റെ ബേസിൽ അത് രണ്ട് ഡിഫറെന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്രോച്ചിൽ നമ്മൾ കൊടുക്കുന്നത്, നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഒരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇമേജ് ആണ് നമ്മുടെ ഇൻപുട്ട്. ആ ഇമേജ് ഒരു പൂച്ചയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ കൊടുക്കുന്ന ഇമേജ് ഒരു പൂച്ചയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രോഗ്രാം ആണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം ഒരു ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്രോച്ചിലാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, പൂച്ചയുടെ ഒരു ഫിഗർ കണ്ടാൽ അത് പൂച്ചയാണെന്ന് മനസ്സിലാക്കുന്ന രീതിക്കുള്ള ഫീച്ചേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. അങ്ങനെ റൂൾസ് സെറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇന്ന സൈസ്, അല്ലെങ്കിൽ ഇന്ന 4 ലെഗ്, അല്ലെങ്കിൽ അതിനൊരു ടെയില്, അല്ലെങ്കിൽ അതിന്റെ ചെവിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ അതിന്റെ മീശ, മുസ്റ്റാഷ്, അങ്ങനെയുള്ള ഒരു സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ആ പൂച്ചയുടെ ഫീച്ചേഴ്സിന് നമ്മൾ എന്ത് ചെയ്യാണ്, റൂൾസ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ അങ്ങനെ സെറ്റ് ചെയ്ത് ആ ഒരു ഇൻപുട്ട് ഡേറ്റ പ്ലസ് റൂൾസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട
ഫോട്ടോ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യേണ്ട ഇമേജ്. നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്കൊരു ഇമേജ് തരും, ആ ഇമേജിലുള്ളത് പൂച്ചയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. സോ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്രോച്ചിൽ നമ്മൾ ചെയ്യുന്നത് ഈ റൂൾസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. റൂൾസ് സെറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം റൈറ്റിംഗ് ആണ്. ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർ പ്രോഗ്രാം എഴുതുവാണ്. എഴുതുന്ന സമയത്ത് ഈ പൂച്ചയുടെ ഫീച്ചർ പറഞ്ഞിട്ട് അതാണ് എങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ടിലെ ആ ഒരു ഫീച്ചർ അതിനോട് മാച്ച് ആണ് എങ്കിൽ അതൊരു പൂച്ചയാണ്. അങ്ങനെ റൂൾസ് സെറ്റ് ചെയ്തിട്ടാണ് നടക്കുന്നത്. എന്നാൽ ഒരു മെഷീൻ ലേണിംഗ് അപ്രോച്ചിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫിഗർ ഉണ്ട്, പൂച്ചേനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറെ പൂച്ചയുടെ ലേബിൾഡ് ഇമേജസോ അല്ലെങ്കിൽ അൺലേബിൾഡ് ഇമേജസോ ഇത് പൂച്ചയാണ് എന്ന് മനസ്സിലാകുന്ന രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറെ ഇൻപുട്ടുകൾ നമ്മുടെ മെഷീനിലേക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് മോഡലിന് കൊടുക്കുന്നു. മെഷീൻ ലേണിംഗ് അപ്രോച്ചാണ് നമ്മൾ പറയുന്നത്. ML അപ്രോച്ചിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, കുറെ ഡേറ്റാസ്, നമ്മൾ ലേബിൾഡ് ആയിട്ടുള്ള കുറെ പൂച്ചയുടെ ഡേറ്റാസ് ലേബൽ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പൊ ആ ഒരു പാറ്റേൺ ഒക്കെ കൊടുത്ത ഡേറ്റാസ്, കൊടുത്ത ഇമേജസ് എല്ലാം വെച്ചുകൊണ്ട് ആ മെഷീൻ ലേണിംഗ് മോഡൽ മനസ്സിലാക്കുവാണ് ഇതൊക്കെയാണ് പൂച്ചയായ, ലൈക്ക് ഇതൊരു പൂച്ചയുടെ പാറ്റേൺ ആണ്, ഒരു പൂച്ചയാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അത് ഇറ്റ്സെൽഫ് എന്ത് ചെയ്യുവാണ്, കണ്ടെത്തുവാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കുറെ ഡോഗിന്റെ ഫോട്ടോസ് കൊടുക്കുന്നു. കാരണം ഒരു ഡോഗും പൂച്ചയും തമ്മിൽ വലിയ ലൈക്ക് ചില സമയത്ത് സിമിലാരിറ്റീസ് ഉണ്ട്, ചില സമയത്ത് നല്ല ഡിഫറൻസ് ഉണ്ട്. എന്നാൽ അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ആ മെഷീൻ ലേണിംഗ് മോഡലിന് ഉണ്ടായിരിക്കണം. സോ ആ ഡോഗിന്റെ ഫിഗേഴ്സ് കൊടുത്തിട്ട് പറയുവാണ് ഇത് ഡോഗ് ആണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ടില് എന്തുകൊണ്ട് അത് പൂച്ചയായി, എന്തുകൊണ്ട് അത് ഡോഗ് ആയില്ല എന്നൊരു അനാലിസിസ് നടത്താൻ ആർക്ക് കഴിയണം, ഈ മെഷീൻ ലേണിംഗ് മോഡലിന് കഴിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൂച്ചേനെ കൊടുത്തതിന് ശേഷം ഡോഗിന്റെ ഫിഗേഴ്സും കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡോഗിന്റെ ഇമേജസും കൊടുക്കുന്നത്. ആ കറക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ റെക്കഗ്നേഷൻ അവിടെ നടക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ്. സോ ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുന്നു, ഈ മെഷീൻ ലേണിംഗ് അപ്രോച്ച് ഈ ഡേറ്റ സെറ്റ് കുറെ പൂച്ചയുടെ ഫോട്ടോസും കുറെ ഡോഗിന്റെ ഫോട്ടോസും എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. അവർ തമ്മിൽ ഒരു പാറ്റേൺ കണ്ടുപിടിക്കുന്നു, എന്തുകൊണ്ട് അത് പൂച്ചയായി, എന്തുകൊണ്ട് അത് പട്ടിയായി. ആ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ആ ഒരു അനാലിസിസ് നടത്തിയതിനു ശേഷം ഇറ്റ്സെൽഫ് അത് ലേൺ ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡേറ്റ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇമേജ് എന്താണ് എന്നുള്ള ഒരു പ്രഡിക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ നമ്മൾ അവിടെ കൊടുക്കുന്നത് എന്താണ്, വാട്ട് യു ഗീവ്. ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്രോച്ചിൽ നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു ഇൻപുട്ട് ഉണ്ടാവും, ആ ഫോട്ടോ പ്ലസ് എന്താണ്, റൂൾസ് ആണ്, ഫീച്ചേഴ്സ് എഴുതി വെച്ചിരിക്കുന്ന ഒരു റൂൾസ് ആണ്. എന്നാൽ മെഷീൻ ലേണിംഗിൽ നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ട് ഡേറ്റ, നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട ഫോട്ടോ പ്ലസ് എന്താണ്, കുറെ പൂച്ചയുടെ ഫിഗേഴ്സ് അല്ലെങ്കിൽ കുറെ ലൈക്ക് ഡോഗിന്റെ ഫിഗേഴ്സ്, അങ്ങനെ കറക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ആണ് നമ്മൾ അതിന്റെ കൂടെ കൊടുക്കുന്നത്. സോ അങ്ങനെ ഒരു ഡിഫറൻസ് മെഷീൻ ലേണിംഗ് അപ്രോച്ചിലും ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്രോച്ചിലും ഉണ്ട്. ഇനി നമുക്ക് എന്താണ് കിട്ടുന്നത്, ഒരു ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്രോച്ചിൽ നമുക്ക് കിട്ടുന്നത്, ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഒരു പൂച്ചയുടെ ഫിഗർ ആണ് എങ്കിൽ അതിനെ റൂൾസ് വെച്ച് എന്ത് ചെയ്യുന്നു, ഒരു പൂച്ച നിൽക്കുന്ന ഫോട്ടോയാണ്, ആ ഫോട്ടോയിൽ 4 കാലുണ്ട്, ടെയിലുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്, മീശ ഇങ്ങനെയാണ്. അങ്ങനെയൊക്കെ അനാലിസിസ് നടത്തിയതിനു ശേഷം ഒരു ഹ്യൂമൻ എഴുതിയിരിക്കുന്ന റൂൾസിനെ അനലൈസ് ചെയ്തതിനു ശേഷം ആ കൊടുത്തിരിക്കുന്ന ഇമേജ് ഒരു പൂച്ചയാണ് എന്നുള്ള ഒരു ഔട്ട്പുട്ടാണ് ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്രോച്ചിൽ നമുക്ക് കിട്ടുന്നത്. എന്നാൽ മെഷീൻ ലേണിംഗിൽ നമുക്ക് കിട്ടുന്നത് സം റൂൾസ് ആണ് അല്ലെങ്കിൽ സം മോഡലാണ്. ഒരു മെഷീൻ ലേണിംഗ് മോഡലാണ് നമുക്കിവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. എന്തുകൊണ്ട്, ഒരു പാറ്റേൺ റെക്കഗ്നേഷൻ സെറ്റ് ചെയ്യുന്ന ഒരു അൽഗോരിതം അല്ലെങ്കിൽ ഒരു ലേണിംഗ് മോഡലാണ് നമുക്കവിടെ കിട്ടുന്നത്. അത് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആണ്. ലൈക്ക് ഒരു പൂച്ചയുടെ ഫിഗർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പൂച്ചയാണെന്ന് ഐഡന്റിഫൈ ചെയ്യും, ഒരു ഡോഗിന്റെ ഫിഗർ കൊടുത്തു കഴിഞ്ഞാൽ ഡോഗാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. ആ ഒരു ലൈക്ക് ഒരു പെട്ടെന്നുള്ള ഒരു ക്യാച്ചപ്പ് ആ ഒരു മെഷീന് ഇറ്റ്സെൽഫ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അനാലിസിസ് ചെയ്ത പാറ്റേൺസ് കണ്ടെത്തി പ്രെഡിക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ആവുന്നതും അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇനി ആരാണ് ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്രോച്ചിൽ റൂൾസ് എഴുതുന്നത്, അത് ഹ്യൂമൻ പ്രോഗ്രാമർ ആണ്. എന്നാൽ മെഷീൻ ലേണിംഗ് അപ്രോച്ചിനകത്ത് അൽഗോരിതം എന്ത് ചെയ്യാണ്, ഇറ്റ്സെൽഫ് ആയിട്ട് ലേൺ ചെയ്യുവാണ്. ഇനി എപ്പോഴാണ് റൂൾസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, ഒരു ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്രോച്ചിൽ നമുക്ക് റൂൾസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ആ പ്രോഗ്രാമർ റൈറ്റ് ചെയ്യണം. അതായത് എനിക്കിനി ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഒരു ഡോഗിനെയാണ്. അങ്ങനെയുള്ള കേസിൽ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്രോച്ചിൽ എന്ത് ചെയ്യണം, ആ പ്രോഗ്രാമർ ആ കോഡിനെ റീറൈറ്റ് ചെയ്ത് ഇന്ന ഫീച്ചേഴ്സ് ആണ് ഡോഗിന്, അത് ഐഡന്റിഫൈ ചെയ്ത് ഒരു ഡോഗ് ആണോ അല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന രീതിക്ക് ആക്കണം. എന്നാൽ മെഷീൻ ലേണിംഗ് അപ്രോച്ചിനകത്ത് എന്താണ്, ആ മോഡലിനെ നമുക്ക് കുറച്ചുകൂടെ റീട്രെയിൻ ചെയ്താൽ മതി. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ആദ്യത്തെ കേസിൽ ഡോഗിന്റെ ഫിഗേഴ്സ് കൊടുക്കുന്നുണ്ടാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഡോഗിന്റെ ഫിഗേഴ്സ് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, കുറച്ച് ഡോഗിന്റെ ഫിഗേഴ്സ് ആഫ്റ്റർ ദാറ്റ് കൊടുക്കുന്നു, അത് അതിനകത്ത് പാറ്റേൺ കണ്ടുപിടിക്കുന്നു, അതിനെ പ്രഡിക്ഷൻ നടത്തുന്നു. ഇനി എവിടെയാണ് ഈ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്രോച്ച് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് അപ്രോച്ച് ബെസ്റ്റ് ആയിട്ടുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്,
ക്ലിയർ ആയിട്ടുള്ള ഫിക്സഡ് പ്രോബ്ലംസ്, അതായത് നമുക്കൊരു 2-3 ലൈനിൽ തീർക്കാവുന്ന രീതിയിലുള്ള പ്രോബ്ലംസിന് മാത്രമേ നമുക്ക് ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്രോച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള, അതുപോലെ തന്നെ പ്രോബ്ലംസ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയാസിൽ നമ്മൾ എപ്പോഴും മെഷീൻ ലേണിംഗ് അപ്രോച്ചാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സോർട്ടിംഗ് എ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ചെറിയൊരു ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് എളുപ്പമുള്ള പരിപാടിയാണ്, ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്രോച്ച് ചെയ്താൽ മതി. എന്നാൽ നമ്മൾ കൊടുക്കുന്ന ഇമേജസിൽ നിന്ന് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ, ആ പ്രൊസീജിയറിനകത്ത് നമുക്ക് എന്താണ് മെഷീൻ ലേണിംഗ് അപ്രോച്ച് ഉപയോഗിക്കായിരിക്കും എളുപ്പം. സോ ഇതാണ് ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്, ട്രഡീഷണൽ പ്രോഗ്രാമിംഗും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അപ്രോച്ചും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. സോ എല്ലാവരും ഉണ്ടോ, അതോ ഞാൻ ചുമ്മാ ഇത് പറഞ്ഞോണ്ടിരിക്കുകയാണോ? എല്ലാവരും ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തേ. ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എന്ത് റൂൾസ് ആണ് നമ്മൾ പറഞ്ഞത്? ട്രഡീഷണൽ പ്രോഗ്രാമിംഗിനകത്ത് വാട്ട് കൈൻഡ് ഓഫ് റൂൾസ്, ലൈക്ക് അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ് നടക്കുന്നത്? ചാറ്റിൽ വന്നെല്ലാരും ആരൊക്കെ കേട്ടു എന്ന് പറയാനാ ക്ലാസ്? ഓക്കെ, വൈഷ്ണവി, നെക്സ്റ്റ് അമൽ, രണ്ടുപേരാണ് ഈ ക്ലാസ്സിലുള്ളൂ, വൈഷ്ണവി അമലും. എന്താ ആൻസർ ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ ഉണ്ടെന്ന് അറിയണ്ടേ, ടൈപ്പ് ചെയ്ത് പിള്ളേരെ. വാട്ട് കൈൻഡ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ് ട്രഡീഷണൽ പ്രോഗ്രാമിംഗിനകത്ത് നടക്കുന്നത്? അജ്മൽ, ഞാൻ അവിടെ ഉണ്ട് മിസ് ചെയ്യുന്നത്. സുജിൻ, ഓക്കെ. എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിംഗ് അല്ലേ? എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ എന്താ? ഒരു ഹ്യൂമൻ റൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഹ്യൂമന്റെ കൈയെഴുത്തിൽ മൂലം എഴുതപ്പെടുന്ന റൂൾസ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ആണ് എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗിൽ എന്താ സംഭവിക്കുന്നത് ഒന്ന് പറഞ്ഞു വളരെ. മെഷീൻ ലേണിംഗിനകത്ത് ലേൺസ് ഫ്രം, ബാക്കി എന്നാ? മെഷീൻ ലേണിംഗിനകത്ത് ഇറ്റ് ലേൺസ് ഫ്രം, മെഷീൻ ലേണിംഗ് മോഡൽസ് ലേൺ ചെയ്യുന്നത് എന്തിൽ നിന്നാ? ഓക്കെ, യൂസഫ്, സുമോദ്, വൈഷ്ണവി, അമൽ, സുജിൻ, അജ്മൽ, ഇത്രയും പേരുള്ള ഈ ക്ലാസ്സില്. കുറെ പേര് കയറി ഇരിപ്പുണ്ടല്ലോ. ഇലിയാസ്, കീർത്തന, ഇർഫാൻ. ട്രാവലിംഗ് ആയിരുന്നു കേട്ടോ, ടൈപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, നമുക്ക് എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ ഡേറ്റയിൽ നിന്നാണ് മെഷീൻ ലേണിംഗ് എന്ത് ചെയ്യുന്നത്, ലേൺ ചെയ്യുന്നതെന്ന് പറയാം. സോ മെഷീൻ ലേണിംഗിനകത്ത് നമ്മുടെ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് ടി എന്നുകൊണ്ടത് ഉദ്ദേശിച്ചത് എന്താ, ടാസ്ക് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടാസ്ക്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് ഒരു ഇമെയിലിന്റെ സ്പാം ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു ടാസ്ക് ആണ്, അല്ലെങ്കിൽ അതാണ് നമ്മൾ എഴുതേണ്ട പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ അതിൽ മെഷീൻ ലേണിംഗ് അപ്രോച്ചിൽ നമ്മൾ ടാസ്ക് ആയിട്ട് പറയുന്നത് എന്തായിരുന്നു? ഒരു പർട്ടിക്കുലർ വേർഡ് ഉണ്ട്, അതാണ് എനിക്കറിയേണ്ടത്. ടാസ്ക്. മെഷീൻ ലേണിംഗ് അപ്രോച്ചിൽ ഒരു ഇമെയില് സ്പാം ആണോ അല്ലയോ എന്ന് പ്രഡിക്ഷൻ നടക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ അവിടുത്തെ ടാസ്ക് എന്താണ്? വരുന്ന ഇമെയിലിനെ എന്ത് ചെയ്യുന്നു? സ്പാം ആയിട്ടും നോൺ സ്പാം ആയിട്ടും. പറഞ്ഞു പിള്ളേരെ, വെറുതെ കേട്ടിരിക്കുകയാണോ അതോ ചുമ്മാ ഓണാക്കി വെച്ചേക്കുവാണോ? ഓക്കെ, അമല് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് എന്നതാ പിള്ളേരെ, ക്ലാസ് തുടങ്ങിയപ്പോഴേ എല്ലാരും വീട്ടിൽ തന്നെ അല്ലേ, അത് ജോലി സ്ഥലത്ത് നിന്ന് എത്തിയിട്ടില്ലേ? വൈഷ്ണവി, അജ്മൽ ട്രാവലിംഗ് ആണ്. ഫസ്റ്റ് സെഷൻ അപ്പൊ ഇങ്ങനെയാണോ? ഓക്കെ, അവിടെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നാ ഞാൻ പറഞ്ഞത് അല്ലേ? വരുന്ന ഇമെയിലിനെ സ്പാം ആണോ നോൺ സ്പാം ആണോ എന്നുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അവിടെ നടക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുന്നില്ല കേട്ടാ. വരുന്ന ഇമെയില് സ്പാം ആണോ അല്ലെങ്കിൽ സ്പാം അല്ലയോ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. അതാണ് അവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ
എക്സ്പീരിയൻസ് എന്തായിരുന്നു? എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവിടുത്തെ ഡേറ്റാസ് എന്തായിരുന്നു? എന്താ നമ്മൾ കൊടുത്തത്? anyone? Okay, very good, Ajmal. Both mails. Okay, Sumodus, Sujin. ബാക്കി ആർക്കും മനസ്സിലായില്ലേ ഒരു മെയിൽ വരുന്നത് സ്പാം ആണോ അല്ലയോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ അവിടെ കൊടുക്കുന്ന ഡേറ്റ എന്നതാണ്? അമൽ, മെയിലുകളല്ലേ പിള്ളേർ അവിടെ കൊടുക്കുന്ന ഡേറ്റ? നമ്മൾ കുറെ മെയിലുകൾ കൊടുക്കുന്നു, കുറെ ഇമെയിൽസ്, കുറെ ഇമെയിൽ മെസ്സേജസ്. ആ ഇമെയിൽസ് സ്പാം ആണോ അല്ലയോ എന്നുള്ള ക്ലാസിഫിക്കേഷൻ ആണോ നടക്കുന്ന ടാസ്ക്. സോ അവിടെ കൊടുക്കുന്ന ഡേറ്റ എന്തായിരിക്കും? മെയിലുകളായിരിക്കും. സോറി, മെഷീൻ ലേണിംഗ് മോഡലിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സ്പാം ആയിട്ടുള്ള മെയിൽസും കൊടുക്കുന്നു, സ്പാം അല്ലാത്ത മെയിൽസ് നമ്മളോട് കൊടുക്കുന്നു. സോ ദാറ്റ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്താണ് മെയിലുകളുടെ, സ്പാം ആയിട്ടുള്ള മെയിലുകളുടെ പാറ്റേൺ എന്താണ്, അല്ലെങ്കിൽ സ്പാം അല്ലാത്ത മെയിലുകളുടെ പാറ്റേൺ എന്താണ്, ഹൗ ദേ ഡിഫർ. ആ ഒരു പാറ്റേൺ റെക്കഗ്നേഷൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവിടുത്തെ ഡേറ്റ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? മെയിൽസ് ആയിരിക്കും. ഓക്കെ, ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് പെർഫോമൻസ് ആണ്. ഹൗ വി മെഷർ ദ പെർഫോമൻസ് ഓഫ് എ മെഷീൻ ലേണിംഗ് അൽഗോരിതം അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് മോഡൽ. ഓക്കെ, വെരി ഗുഡ് അജ്മൽ. ബൈ പെർസെന്റേജ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എത്രത്തോളം ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആയി എന്നുള്ളൊരു പെർസെന്റേജ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷീൻ ലേണിംഗ് മോഡൽസിന് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ ബെറ്റർ ആയോ ആക്യുറേറ്റ് ആയോ എന്നുള്ള രീതിക്കുള്ള നടത്തുന്നത്. ഇനി നമ്മൾ പറഞ്ഞത് ട്രഡീഷണൽ പ്രോഗ്രാമിംഗും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗും ആയിരുന്നു. ഓക്കെ, ട്രഡീഷണൽ പ്രോഗ്രാമിൽ കൊടുക്കുന്ന ഇൻപുട്ട് എന്താ നമ്മൾ പറഞ്ഞ? വാട്ട് ടൈപ്പ് ഓഫ് ഇൻപുട്ട് വി ഗിവ്സ്, അല്ലെങ്കിൽ വാട്ട് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്? റെസ്പോൺസ് പോരാട്ടോ. കഴിഞ്ഞോണ്ടെങ്കിൽ ഇതിൽ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു പിള്ളേർക്ക്. ഒരു ദിവസം കഴിയുന്നതോറും മോശമാവുകയാണോ? വേറെ ആരും ഈ ക്ലാസ്സിൽ ഇല്ലേ? അജ്മല്, വൈഷ്ണവി, അമല്, സുജിൻ, യൂസഫ് അവരൊക്കെ ഉള്ളോ? ഹ്യൂമൻ റൈറ്റിംഗ് ആയിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എവിടെയാ? അത് ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്രോച്ചിലാണ്. മെഷീൻ ലേണിംഗ് അപ്രോച്ചിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഇൻപുട്ട് പ്ലസ് ഔട്ട്പുട്ട് ആണ് കൊടുക്കുന്നത്. ഇങ്ങനെ തന്നെ ഓർത്തിരിക്കുക. ഒരു മെഷീൻ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിനകത്ത് നമ്മൾ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് ഇൻപുട്ട് പ്ലസ് റൂൾസ് ആണ്. അതാണ് എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഒരു ഹ്യൂമൻ റൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിൽ എപ്പോഴും കൊടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഇൻപുട്ട്, നമുക്ക് എന്താണോ അത് കിട്ടേണ്ടത്, എന്തിനാണോ ഐഡന്റിഫൈ ചെയ്യേണ്ടത്, ആ ഇൻപുട്ട് പ്ലസ് നമ്മൾ എഴുതുന്ന റൂൾസ് ആയിരിക്കും ഒരു ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്രോച്ചിനകത്ത്. എന്നാൽ മെഷീൻ ലേണിംഗിനകത്ത് ഇൻപുട്ട് പ്ലസ് ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത്. കാരണം എന്താണ്? നമുക്ക് ഇൻപുട്ടിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെഷീൻ ലേണിംഗിൽ ഔട്ട്പുട്ട് ആദ്യമേ തന്നെ കൊടുക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് പ്ലസ് ഔട്ട്പുട്ട് ആണ് മെഷീൻ ലേണിംഗ് അപ്രോച്ചിനകത്ത്. ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്രോച്ചിനകത്ത് ഇൻപുട്ട് പ്ലസ് സം റൂൾസ് ആണ്. ആ റൂൾസ് അല്ലെങ്കിൽ ആ പ്രോഗ്രാംസ് ആണ് നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കവിടെ മെഷീൻ ലേണിംഗ് പരാഡികം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത്. മെഷീൻ ലേണിംഗ് പരാഡിഗംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് കൊടുക്കുന്നത്, എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റ, ഏത് രീതിയിലുള്ള ടൈപ്പ് ഓഫ് ഡേറ്റയാണ് കൊടുക്കുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് മെഷീൻ ലേണിംഗ് പരാഡിഗംസ് വരുന്നത്. അതായത് ഓരോരുത്തരും ഡിഫറെന്റ് വേസിൽ പഠിക്കുന്നത് പോലെ തന്നെ ചിലർക്ക് ടീച്ചേഴ്സ് വേണം, ടീച്ചേഴ്സ് പറഞ്ഞു കൊടുത്താലേ പറ്റുള്ളൂ, ചിലർക്ക് സ്വയമായിട്ട് പഠിച്ചാലേ പറ്റുള്ളൂ, ചിലർക്ക് എന്താണ് ചെയ്ത് പഠിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ ഓരോ മെത്തേഡിലാണ് നമ്മൾ ഓരോരുത്തരും പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷീൻസിന് 4 രീതിയിൽ പഠിക്കാനുള്ള, ലൈക്ക് മെഷീൻസിന് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 4 രീതിയിലുള്ള ഇൻപുട്ട്, ടൈപ്പ് ഓഫ് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു 4 രീതിയിലുള്ള ലേണിംഗ് അപ്രോച്ചസ് ആണ് ആർക്കുള്ളത്, മെഷീൻ ലേണിംഗ് ഉള്ളത്. ആ മെഷീൻ ലേണിംഗ് പരാഡിഗംസ് ആണ് അതിന് പറയുന്നത്. ശ്രദ്ധിക്കണം, മാറിപ്പോവരുത്. പാരാമീറ്റേഴ്സും പരാഡിഗവും ഡിഫറെന്റ് ആണ്. മെഷീൻ ലേണിംഗ് പരാഡിഗംസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 4 രീതിയിലുള്ള ലേണിംഗ് അപ്രോച്ചസ് അല്ലെങ്കിൽ 4 രീതിയിലുള്ള ലേണിംഗ് പരാഡിഗംസ് ആണ് പറയേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അത് ടെക്സ്റ്റിലാ സാറ് പറഞ്ഞിരിക്കുന്നത് ദ ടീച്ചർ ഈസ് പ്രസന്റ്.
എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പൂച്ചയെ ഐഡന്റിഫൈ ചെയ്യേണ്ട ഇമേജ് ആണ് എങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇമേജ് കണ്ടിട്ട് ആ മെഷീൻ ലേണിംഗ് മോഡല് ഐഡന്റിഫൈ ചെയ്യണം, അതൊരു പൂച്ചയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, നമ്മൾ ആദ്യമേ പറഞ്ഞു പൂച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലേബൽ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ലേബൽ ചെയ്ത കുറെ ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതത്തിനകത്ത് അല്ലെങ്കിൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ് കൺസെപ്റ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ലേബൽഡ് ഇൻപുട്ട് ആണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ലേബൽഡ് ഡേറ്റ സെറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓരോ ഇൻപുട്ട് എക്സാമ്പിളും അതിൻ്റെതായ കറക്റ്റ് ഔട്ട്പുട്ടോട് കൂടിയാണ് പറയുന്നത്. ഇപ്പോ പൂച്ചയാണ് എന്ന് പറഞ്ഞൊരു ഫിഗർ ഞാൻ കൊടുക്കുന്നു, കുറെ പൂച്ചയുടെ ഫിഗേഴ്സ് കൊടുക്കുന്നു, ഇത് പൂച്ചയാണ്, ഇത് പൂച്ചയാണ്, ഇത് പൂച്ചയാണ്, ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് മെഷീൻ ലേണിംഗ് മോഡലിനോട്, ഇതാണ് പൂച്ച. അങ്ങനെയുള്ളൊരു ലേണിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു ടീച്ചറാണ് പ്രസന്റ് ആണെന്നുള്ള രീതിക്ക് നമ്മൾ തന്നെ മെഷീൻ ലേണിംഗ് മോഡൽ അൽഗോരിതത്തിന് അല്ലെങ്കിൽ ആ ഒരു മോഡലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് പൂച്ചയാണ്, ഇത് പൂച്ചയാണ്, എന്തുകൊണ്ട് പൂച്ചയാണ് അത് കണ്ടെത്തിക്കോളും, പാറ്റേൺ കണ്ടെത്തിക്കോളും. പക്ഷെ ഇത് പൂച്ചയാണ് എന്ന് പറഞ്ഞ് ഇൻപുട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ലേബൽഡ് ഡേറ്റ സെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ ആ അൽഗോരിതം ട്രെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ലേബൽഡ് ഡേറ്റ സെറ്റ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിനെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്നാണ് വിളിക്കുന്നത്. Algorithm trained on labeled data set, then it is called a supervised learning. Each input example comes with the correct output. ലേബൽ ചെയ്യുന്നതുകൊണ്ടാണ് കറക്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഒരു ഫിഗർ നമ്മൾ കൊടുക്കുന്നു, ആ ഫിഗർ പൂച്ചയുടെ ആണെങ്കിൽ പൂച്ചയാണെന്ന് ലേബൽ ചെയ്ത് കൊടുക്കുന്നു, ആ ഫിഗർ ഡോഗിന്റെ ആണെങ്കിൽ ഡോഗ് ആണെന്ന് ലേബൽ ചെയ്ത് കൊടുക്കുന്നു, ഒരു ഫിഗർ കൊടുക്കുമ്പോൾ ബേർഡ് ആണെങ്കിൽ ആ ബേർഡ് ആണെന്ന് എഴുതി കൊടുക്കുന്നു. സോ ആ ലേബൽഡ് ആയിട്ടുള്ള ഡേറ്റാസ് മാത്രമേ അവിടെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. The algorithm learns a function h from x to y that maps input to output. ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലേക്ക് മാപ്പ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് അവിടെ അൽഗോരിതം ലേൺ ചെയ്യുന്നത്. ഇനി രണ്ട് ടൈപ്പിലുള്ള സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, റിഗ്രഷൻ ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ട്രെയിനിങ് ഡേറ്റാസ് ലേബൽഡ് ആയിരിക്കും, ലേബൽ ചെയ്യാത്ത ഒരു ഇൻപുട്ടും നമ്മളിവിടെ കൊടുക്കുന്നില്ല. രണ്ട് തരത്തിലുള്ള സൂപ്പർവൈസ്ഡ് ലേണിംഗ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഒരു റിഗ്രഷൻ ടൈപ്പ് ആണ്, സെക്കൻഡ് വൺ ക്ലാസിഫിക്കേഷൻ ആണ്. റിഗ്രഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും, ഒരു നമ്പർ ആയിരിക്കും അവിടെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഹൗസിന്റെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറയുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ റൂമിന്റെ ടെമ്പറേച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറയുന്ന പ്രോസസ്സ്, ഇവിടെയൊക്കെ എന്താണ്, ഒരു നമ്പർ ആണ് നമുക്ക്, ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ നമ്പർ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ആ നമ്പേഴ്സ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, നമുക്കൊരു മെയിൽ വരുന്നു, ആ മെയിൽ സ്പാം ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതല്ല നമ്മളൊരു ഇമേജ് കൊടുക്കുന്നു, അത് ക്യാറ്റ് ആണോ ഡോഗ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇനി നമ്മളൊരു അസുഖം, ലൈക്ക് ഒരാളുടെ ഒരു പേഷ്യന്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നു, അയാൾക്ക് അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് ഇത് ചെയ്യണം. സോ അത് അവിടെ എന്താ നടക്കുന്നത്, അവിടെ ക്ലാസിഫിക്കേഷൻ ആണ് നടക്കുന്നത്. ഔട്ട്പുട്ട് ഒരു കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഒരു കാറ്റഗറി ആണെങ്കിൽ അവിടെ നടക്കുന്ന ടൈപ്പ് ഓഫ് ലേണിംഗ്, സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് എപ്പോഴും ലേബൽഡ് ആയിട്ടുള്ള ഡേറ്റാസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആ ലേബൽഡ് ഡേറ്റാസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അവിടെ നിന്ന് ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ് നടക്കുന്നത്. ദെൻ അവിടെ രണ്ട് തരത്തിലുള്ള സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, റിഗ്രഷനും ഉണ്ട്, ക്ലാസിഫിക്കേഷനും ഉണ്ട്. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും ഔട്ട്പുട്ട് എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും, ഹൗസ് പ്രൊഡിക്ഷൻ ഒക്കെ എക്സാമ്പിൾ ആണ്. എന്നാൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, കാറ്റഗറീസ് ആയിട്ടാണ് ഔട്ട്പുട്ടിനെ കാറ്റഗറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഗോരിതം ഈസ് ഗിവൻ ഡേറ്റ വിത്തൗട്ട് ലേബൽസ്. ഇറ്റ് മസ്റ്റ് ഫൈൻഡ് ഹിഡൻ സ്ട്രക്ചേഴ്സ്, പാറ്റേൺസ് ഓർ ഗ്രൂപ്പിംഗ് ഇൻ ദ ഡേറ്റ ഓൺ ഇറ്റ്സ് ഓൺ. അതായത് നമ്മൾ അവിടെ ഒന്നും കൊടുത്തിട്ടില്ല, ലേബൽഡ് ആയിട്ടുള്ള ഡേറ്റാസ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ കയ്യിൽ ഒരു ഷോപ്പ് ഉണ്ടെന്ന് വെച്ചോ, നമ്മളൊരു ഷോപ്പ് ഓണറാണ്. ആ ഷോപ്പ് ഓണർ എന്ത് ചെയ്യുന്നു, ഒരു മെഡിക്കൽ ഷോപ്പ് ആണെന്ന് വെച്ചോ. ആ മെഡിക്കൽ ഷോപ്പിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വിറ്റുപോയ മരുന്നുകളും അതെന്താണ് ആ ഒരു കണക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കസ്റ്റമേഴ്സ് എന്താണ് വാങ്ങിയത് എന്നുള്ളൊരു ഡേറ്റ മാത്രം എന്ത് ചെയ്യുന്നു, ആ മെഷീൻ ലേണിംഗ് മോഡലിന് കൊടുക്കുന്നു. സോ ആ മെഷീൻ ലേണിംഗ് മോഡലിന് അറിയില്ല ഏത് കാറ്റഗറിയിലുള്ള ഒരു കുട്ടിയാണോ മെഡിസിൻ വാങ്ങിയത്, അല്ലെങ്കിൽ ഒരു വലിയ ആളാണോ മെഡിസിൻ വാങ്ങിയത്. അതൊക്കെ എന്ത് ചെയ്യണം, ആ ഹിഡൻ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺസ് ഒക്കെ ആരാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, ഈ മെഷീൻ ലേണിംഗ് മോഡലാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അവിടെ ഒരു ടീച്ചർ ഒന്നും പ്രസന്റ് അല്ല, അവിടെ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഡേറ്റാസ് കൊടുക്കുന്നു, അതും ലേബൽഡ് അല്ലാത്ത ഡേറ്റാസ്.
ആ ലേബൽഡ് ഡേറ്റാസിൽ നിന്ന് ഹിഡൻ സ്ട്രക്ചറും അല്ലെങ്കിൽ പാറ്റേൺസിനെയും ഐഡന്റിഫൈ ചെയ്ത് ഗ്രൂപ്പിംഗ് നടത്തുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ കോമൺ ടാസ്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ക്ലസ്റ്ററിങ്. ക്ലസ്റ്ററിംഗ് എന്ന് വെച്ചാൽ എന്താ, സിമിലർ ആയിട്ടുള്ള ഐറ്റംസിനെ ഒരുമിച്ചാക്കുന്നു. കെ മീൻസ് ഉണ്ട്, ഹൈറാർക്കിലുണ്ട്, പലതരത്തിലുള്ള ക്ലസ്റ്ററിംഗ് ഉണ്ട്. ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ടൈപ്പ് ആണെന്ന് ഓർത്തിരിക്കുക. ദെൻ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് വെച്ചാൽ എന്താ, ഡേറ്റാസിനെ കംപ്രസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ നിലനിർത്തിക്കൊണ്ട് ഡേറ്റാസിനെ കംപ്രസ് ചെയ്യുന്നതിനെയാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ അനോമലി ഡിറ്റക്ഷൻ. അനോമലി ഡിറ്റക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, അൺയൂഷ്വൽ ആയിട്ടുള്ള ഐറ്റംസിനെ ഫൈൻഡ് ചെയ്യുന്നു. നോർമൽ പാറ്റേൺ അല്ലാത്ത അൺയൂഷ്വൽ ആയിട്ടുള്ള ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് അനോമലി ഡിറ്റക്ഷൻ. ഇതൊക്കെ എന്താണ്, എ ടൈപ്പ് ഓഫ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിലെ കോമൺ ടാസ്കുകളാണ്. ക്ലസ്റ്ററിംഗ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡയമെൻഷനാലിറ്റി റിഡക്ഷനും അതുപോലെ തന്നെ അനോമലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഇനി സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അഥവാ മൂന്നാമത്തെ ലേണിംഗ് ആണ് സെമി സൂപ്പർവൈസ്ഡ്. ഇവിടെ എന്താ നടക്കുന്നത്, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗിനകത്ത് അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റല്, ആ ഹോസ്പിറ്റലിൽ ഒരു ദിവസം ഒരു 30,000-ഓളം എക്സ്റേസ് എടുക്കുന്നുണ്ട്. എക്സ്റേസ് അല്ലെങ്കിൽ MRI സ്കാൻസോ എക്സ്റേസ് എടുക്കുന്നെന്ന് വെച്ചോ. ആ എക്സ്റേസിനെല്ലാം ലേബൽ ചെയ്യുക, അല്ലെങ്കിൽ ആ എക്സ്റേ എന്ന് പറയുന്നത് ഇതാണെന്ന് പറയുന്നത് ആ ലബോറട്ടറി ആ ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. സോ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യത്തെ ഒരു 500 എണ്ണം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 1000 എണ്ണത്തിനെ ലേബൽ ചെയ്യുന്നു. ഒരു ചെസ്റ്റിന്റെ 10 എണ്ണം, ഒരു ഹാർട്ടിന്റെ 10 എണ്ണം, അങ്ങനെയുള്ള എക്സറൈസ് ഡിഫറെന്റ് ലേബലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കൊരു പാറ്റേൺ കിട്ടാവുന്ന രീതിക്കുള്ള ഒരു ഇൻപുട്ട് സ്രോതസ് ഉണ്ടാക്കിയെടുക്കുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കുറച്ച് ലേബൽഡ് ഡേറ്റാസിനെയും അതുപോലെ തന്നെ നമ്മൾ ലേബൽ ചെയ്യാത്ത ബാക്കിയുള്ള 34,000-ഓളം ഉള്ള എക്സ്റേ ഇമേജസിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അൺലേബിൾഡ് ഡേറ്റാസ് ആയിട്ട് ആ മെഷീൻ ലേണിംഗ് മോഡലിന് കൊടുക്കുന്നു. സോ കുറച്ച് ലേബൽ ചെയ്ത ഡേറ്റാസ് ഉണ്ട്, ചെസ്റ്റ് എക്സ്റേ എങ്ങനെ ഇരിക്കണം, ഹാർട്ട് എക്സ്റേ എങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു ലേബിൾഡ് ഡേറ്റാസ് ഇൻഫർമേഷൻ നമുക്കുണ്ട്. കുറേ അധികം കുറച്ച് ലേബിൾഡ് ഉണ്ടാവുള്ളൂ, കുറേ അധികം അൺലേബിൾഡ് ഡേറ്റാസ് ഉണ്ട്. സോ അത് തമ്മിൽ ലൈക്ക് കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് സ്മോൾ എമൗണ്ട് ഓഫ് ലേബിൾഡ് ഡേറ്റയെ കമ്പൈൻ ചെയ്ത് ലാർജ് എമൗണ്ട് ഓഫ് അൺലേബിൾഡ് ഡേറ്റ ഫോർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. കുറച്ച് ലേബിൾഡ് ഡേറ്റാസേ ഉണ്ടാവുള്ളൂ, കുറെ അധികം അൺലേബിൾഡ് ആയിട്ടുള്ള ഡേറ്റാസ് ഉണ്ടാകും. അതിനെ കമ്പയർ ചെയ്തോ അല്ലെങ്കിൽ അതിന്റെ ഹിഡൻ ഫാക്ടേഴ്സോ അല്ലെങ്കിൽ അതിന്റെ പാറ്റേൺ റെക്കഗ്നീഷനോട് എന്ത് ചെയ്യുന്നു, അനാലിസിസ് നടത്തുന്നു. അതാണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് വൺ ആണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. ഇവിടെ എന്താണ്, an agent learn to make decision. Agent learn to make decision by interacting with an environment. ഒരു എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഒരു ഡിസിഷൻ ലേൺ ചെയ്യാൻ ആര് പഠിക്കുന്നു, an agent പഠിക്കുന്നു. It receive reward for good action and penalties for bad ones and learns policy that maximize total reward over time. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ഡോഗിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. ആ ഡോഗിനെ ട്രെയിൻ ചെയ്യിക്കുന്ന സമയത്ത് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം അവിടെ ആ ഡോഗിനെ ട്രെയിൻ ചെയ്യിക്കണമെങ്കിൽ അതൊരു എന്താണ്, ആനിമൽ ആണ്. നമ്മൾ എത്രത്തോളം അതിനെ പറഞ്ഞാലും ആ ഒരു ആനിമൽ ബ്രെയിനെ അതിനുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനിടയ്ക്ക് ട്രീറ്റ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സിറ്റ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കണം, റൺ എന്ന് പറഞ്ഞാൽ ഓടണം, ക്യാച്ച് എന്ന് പറഞ്ഞാൽ ബോൾ ക്യാച്ച് ചെയ്യണം, അങ്ങനെയുള്ള ബേസിക് കമാൻഡ്സ്. സോ ആ ഒരു കമാൻഡ് അവൻ ആ ഒരു സമയത്ത് ഇപ്പൊ ഡോഗിനെ ടീച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് അവൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ട്രീറ്റ് കൊടുക്കുന്നു, അവന് റിവാർഡ് കൊടുക്കുന്നു. വെരി ഗുഡ്, നല്ലതുപോലെ ചെയ്തു. എന്നാൽ അവൻ നല്ലതുപോലെ ഇപ്പൊ റൺ പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു, അവിടെ സിറ്റ് ചെയ്തു. അപ്പൊ അതൊരു റോങ് ആണ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, അവനൊരു പണിഷ്മെന്റ്, ചെറിയൊരു പണിഷ്മെന്റ്, അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് ബോധം വരുത്താൻ അവന്റെ മനസ്സിൽ ബോധം വരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പണിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ആ ഒരു ലേണിംഗ് എന്ന് പറയുന്നത് ട്രയൽ ആൻഡ് എറർ, നമ്മൾ ചെയ്ത് നോക്കി തെറ്റാണോ ശരിയാണോ ആ ഒരു ചെയ്ത് പഠിക്കുന്നതിനെയാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ആ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കുറച്ച് കീ കമ്പോണൻസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഏജന്റ് എന്ന് പറയുന്നത്. ആരാണോ ഡിസിഷൻ മേക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ലേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലേണറിനോ അല്ലെങ്കിൽ ആ ലേൺ ചെയ്യിപ്പിക്കുന്ന ആളെ നമുക്ക് ഏജന്റ് എന്ന് പറയാം. എൻവിറോൺമെന്റ്, ആ ഏജന്റ് എന്ത് തരത്തിലുള്ള എൻവിറോൺമെന്റ്, ഇപ്പൊ ഒരു ഡോഗിന്റെ ട്രെയിനിങ് ആണെങ്കിൽ അവിടെ ഒരു ട്രെയിനിങ് എൻവിറോൺമെന്റ്, ഗെയിം ആണെങ്കിൽ ഒരു ഗെയിം എൻവിറോൺമെന്റ്. സോ സ്റ്റേറ്റ്, കറണ്ട് സിറ്റുവേഷനെയാണ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ദ ഏജന്റ് ഡസ്, ഏജന്റ് എന്താണ് ചെയ്യുന്നത്. ഏജന്റ് ഡോഗിനെ കൊണ്ട് ക്യാച്ച് ചെയ്യാൻ പഠിപ്പിക്കുകയാണോ അല്ലെങ്കിൽ ഡോഗിനെ കൊണ്ട് റൺ ചെയ്യാൻ പഠിപ്പിക്കുകയാണോ. സോ വാട്ട് ഇസ് കറണ്ട് സിറ്റുവേഷൻ, അതിനാണ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്.
വാട്ട് ലെജൻഡ് ഡസ് ആണ് ആക്ഷൻ എന്ന് പറയുന്നത്. ദെൻ റിവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീഡ്ബാക്ക് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ ഗുഡ് ആക്ഷൻ ആണെങ്കിൽ പോസിറ്റീവും ബാഡ് ആക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് റിവാർഡ്സും ഉണ്ട്. സോ റിവാർഡ്സ് കൊടുത്ത് ട്രിക്ക് ആൻഡ് ട്രീറ്റ് എന്ന് പറയുന്ന മെത്തേഡിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് കൺസെപ്റ്റ് എത്തിക്കുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് പോളിസി എന്ന് പറയുന്നത്. സ്ട്രാറ്റജി ദ ഏജന്റ് ലേൺസ്. ഏജന്റ് അതായത് ഏതൊക്കെ പ്രൊസീജിയറിലൂടെ കടന്നു പോയാലാണ് ഡോഗ് ആ ഒരു കംപ്ലീഷൻ, ആ ഒരു ലേണിംഗ് കംപ്ലീഷൻ നടത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു പോളിസി ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് അവിടുത്തെ പോളിസി പൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 4 ടൈപ്പിലുള്ള ലേണിംഗ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് പാരാഡിഗംസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മെഷീൻ ലേണിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് മെഷീൻ ലേണിംഗ് പാരാഡിഗംസ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലേബൽഡ് ഡേറ്റാസ് ആയിരിക്കും. ഇനി അടുത്താണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് നമ്മൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡേറ്റാസ് എല്ലാം എന്തായിരിക്കും, നോൺ ലേബൽഡ് ആയിരിക്കും. ഒന്നും ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇനി മൂന്നാമത്തേതായിരുന്നു സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ആ സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗിനകത്ത് കുറേ എമൗണ്ട് ഓഫ് ഡേറ്റാസ് ലേൺ ചെയ്യാത്ത, ലൈക്ക് ലേബൽ ചെയ്യാത്തതായിരിക്കും. നമ്മൾ കുറച്ച് എമൗണ്ട് ഓഫ് ഡേറ്റാസ് ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു കമ്പാരിസണിലൂടെയും ആ ഒരു ഇതിലൂടെയും മനസ്സിലാക്കുന്നതാണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ആയിരുന്നു റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിനകത്ത് ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറയുന്ന ട്രിക്ക് ഓർ പണിഷ്മെന്റ് എന്ന് പറയുന്ന, ട്രിക്ക് ഓർ ട്രീറ്റ് അല്ല, ട്രിക്ക് ഓർ പണിഷ്മെന്റ് എന്ന് പറയുന്ന, റിവാർഡ് ഓർ പണിഷ്മെന്റ് എന്ന് പറയുന്ന ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം അതിനെ ട്രെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനൊരു റിവാർഡ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെ, ആ ഒരു രീതിയിലുള്ള റിവാർഡിങ് ആൻഡ് പണിഷ്മെന്റ് സിസ്റ്റത്തിലൂടെ പിന്നെയും അതിനെ ലേൺ ചെയ്യിച്ച് പിന്നെയും ഇതിനെ ട്രെയിൻ ചെയ്യിച്ച് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ലേണിംഗ് മോഡലാക്കി മാറ്റിയെടുക്കുന്നതാണ് ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. സോ ഇത്രയുമാണ് മെഷീൻ ലേണിംഗ് പാരാഡിഗംസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്. 4 എണ്ണം ഉണ്ട്. മാറിപ്പോവരുത്. മെഷീൻ ലേണിംഗ് പാരാമീറ്റേഴ്സും മെഷീൻ ലേണിംഗ് പാരാഡിഗവും മാറിപ്പോവരുത്. മെഷീൻ ലേണിംഗ് പാരാഡിഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഷീൻ ലേണിംഗ് മോഡൽസ് ഏത് ടൈപ്പിലുള്ള ഡേറ്റയാണ് ട്രെയിനിങ്ങിന് വേണ്ടി എടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഡിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഞാൻ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ആണോ പിള്ളേരെ? ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? ആരും ഇല്ലേ ക്ലാസ്സില്? എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ പറയണം കേട്ടോ. നിങ്ങളുടെ റെസ്പോൺസ് എനിക്ക് ചാറ്റിൽ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. നോട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല, അതാ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആക്കാൻ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞേക്കാലോ. ആദർശ് ഉണ്ടോ? ആദർശ് കൃഷ്ണ.